ഹലോ വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഈ ടേസ്റ്റിൽ കാണിക്കാൻ പോകുന്നത് ഒരു നാരങ്ങ വെള്ളമാണ്. അപ്പോൾ ഇതൊരു കോമൺ ആയിട്ടുള്ള നാരങ്ങ വെള്ളമൊന്നുമല്ല കേട്ടോ, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നാരങ്ങ വെള്ളമാണ്. അപ്പോൾ നമുക്കൊക്കെ അറിയാം, നമ്മൾ കൂടുതലും നാരങ്ങ വെള്ളം കുടിക്കുന്നത് നമ്മൾ ഒത്തിരി ടയേർഡായിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കിയിട്ട് കുടിക്കുക. അപ്പോൾ ഇതുപോലെ നാരങ്ങ വെള്ളം തയ്യാറാക്കുമ്പം നമ്മുടെ ആ ഒരു ക്ഷീണം പോകുന്നതിനോടൊപ്പം തന്നെ നമുക്ക് നല്ലൊരു എനർജിയും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് കൂളായിട്ട് നന്നായിട്ടൊന്ന് റീഫ്രഷ് ചെയ്യുന്ന ഒരു ഫീലായിരിക്കും. അപ്പോൾ നമുക്കൊരു നാരങ്ങ വെള്ളം തയ്യാറാക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നത് എങ്കിൽ താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണില്ലേ, അത് പ്രസ് ചെയ്തിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്നൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്തിട്ട് ഇനേബിൾ ചെയ്തിട്ട് വെക്കാം. ഇനി അങ്ങോട്ട് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണിത് തയ്യാറാക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറിലാണ് നാരങ്ങ വെള്ളം തയ്യാറാക്കുന്നത്. ഞാനിതുപോലുള്ള വലിയ നാരങ്ങയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആദ്യം നമ്മൾ ഈ ഒരു നാരങ്ങയുടെ തൊലി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് എടുക്കണം. അപ്പം അത് മാറ്റിയിട്ടെടുക്കാൻ ഇതുപോലുള്ളൊരു പീലറോ അതല്ലെങ്കിൽ നമ്മുടെ കത്തി വെച്ചിട്ടോ ആ ഒരു മഞ്ഞ കളറിൽ കാണുന്ന തൊലി മാറ്റിയിട്ടെടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി ഇതിൽ കൂടുതലും ഒരു വൈറ്റ് പോർഷൻ കാണുന്നുണ്ടാവും, ഒരു തൊലി പോലെ തന്നെ. അപ്പോൾ അത് നമ്മൾ കത്തി വെച്ചിട്ട് ഇതുപോലെ മാറ്റിയിട്ടെടുക്കണം. ആ തൊലി നമ്മൾ മിക്സിയുടെ ജാറിലൊക്കെ ചേർത്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിട്ട് അത് കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിനൊരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പം മാക്സിമം ആ ഒരു വൈറ്റ് കളറിലുള്ള ആ ഒരു തൊലി മാക്സിമം ഒഴിവാക്കിയിട്ട് എടുക്കാം. ഇങ്ങനെ മിക്സിയുടെ ജാറിൽ ചേർത്തിട്ട് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, നാരങ്ങ പിഴിഞ്ഞെടുത്തിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ അപ്പോൾ അത് വലുതെടുത്തപ്പം മിക്സിയുടെ ജാറിൽ ചേർത്തിട്ട് അടിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇതിനകത്ത് നാരങ്ങയുടെ കുരു ഉണ്ടാകും, അപ്പോൾ അതും ഒഴിവാക്കിയിട്ട് എടുക്കണം. ആ ഒരു കുരു നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് അടിച്ച് കഴിയുമ്പം നമ്മുടെ ഒരു നാരങ്ങ വെള്ളത്തിന് കുറച്ച് ആകുമ്പോഴത്തേക്ക് തന്നെ കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ കുരുവൊക്കെ കംപ്ലീറ്റ് ആയിട്ടും മാറ്റിയിട്ട് എടുക്കണം. അപ്പം സാധാരണ നമുക്ക് നാരങ്ങ വെള്ളം ഒത്തിരി മുമ്പേയൊക്കെ തയ്യാറാക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ എപ്പോഴാണ് നാരങ്ങ വെള്ളം നമുക്ക് കുടിക്കേണ്ടത് അപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ കുടിക്കുന്നതാണ് നാരങ്ങ വെള്ളം കൂടുതൽ ടേസ്റ്റി. അതിപ്പോൾ നമ്മൾ പിഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിലും അതല്ലാതെ അടിക്കുകയാണെങ്കിലും ഒക്കെ അപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് കുടിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ കുരുവൊക്കെ മാറ്റിയിട്ട് ഇതിലേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ചേർക്കുന്നതാണ് സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റം, അതായത് കാർഡമം, നമ്മുടെ ഏലക്കയാണ്. അതൊരു 2 or 3 ചേർത്ത് കൊടുക്കാം, നിങ്ങളുടെ ഒരു ഫ്ലേവറിനൊക്കെ അനുസരിച്ചിട്ട് ചേർക്കാം. ഒത്തിരി കൂടണ്ട, അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഒരു കുത്തൽ വരും. അപ്പോൾ ഞാനിവിടെ 3 ചേർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 7 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. എനിക്ക് നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ നന്നായിട്ട് മധുരമുള്ളതാണ് കൂടുതൽ ഇഷ്ടം. അപ്പം പഞ്ചസാര നിങ്ങളുടെ ആ ഒരു ടേസ്റ്റ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് ചേർക്കുക. പിന്നെ അതുപോലെ നമുക്ക് തണുപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്ത് നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഒരു ജ്യൂസ് ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളമാണ് ഇപ്പോൾ ഇതിനകത്തേക്ക് ചേർത്തിട്ടുള്ളത്. ഇതുകൂടെ ചേർത്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു നാരങ്ങ വെള്ളം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് അരിച്ചിട്ട് കൂടെ എടുക്കണം. ഒരു അരിപ്പയിലൂടെ ചേർത്തിട്ട് അരിച്ചിട്ടെടുക്കണം. നമ്മൾ ആ ചേർത്തിട്ടുള്ള ഏലക്കയുടെയും അതുപോലെ തന്നെ ആ ഒരു ഇഞ്ചിയുടെയൊക്കെ ചെറിയ ചെറിയ പീസസോ തൊലിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നമ്മൾ എങ്ങനെയൊക്കെ അടിച്ചെടുത്താലും ചെറുതായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് അരിച്ചിട്ട് എടുത്തു കഴിയുമ്പം നമുക്ക് കുടിക്കുമ്പോഴും തന്നെ നല്ല ഈസി ആയിരിക്കും, ഒന്നും തടയൊന്നുമില്ല നമ്മുടെ വായിൽ. അപ്പം ഏലക്കയുടെ എന്താ പറയുക, സീഡൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതുപോലെ സീഡൊക്കെ ഉണ്ടാവും അടിയാതെ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതുപോലെ അരിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ഒഴിവായി കിട്ടും. ഞാനിത് ഇതുപോലെ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലൊക്കെ ചേർത്തിട്ട് അടിച്ചെടുത്തുകൊണ്ട് തന്നെ ഒരു പതയോട് കൂടിയിട്ടാണ് ഈ ഒരു ലൈം ജ്യൂസ് ഇരിക്കുന്നത്. സാധാരണ നമ്മൾ പിഴിഞ്ഞിട്ട് ചേർക്കുമ്പം അങ്ങനെ ഒരു പതയൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഏറ്റവും ടോപ്പിലായിട്ട് കുറച്ച് നമ്മുടെ ഏലക്ക പൊടിച്ചത് കൂടെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്, നിർബന്ധമൊന്നുമില്ല. ഞാനതിപ്പോൾ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്തിയതാണ്. അപ്പോൾ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഏലക്ക ഫ്ലേവേർഡ് ആയിട്ടുള്ള ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കുടിച്ച് നോക്കുക. നമുക്ക് നന്നായിട്ടൊരു നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് കൂളാക്കിയിട്ട് നന്നായിട്ടൊന്ന് റീഫ്രഷ് ചെയ്യുന്ന ഒരു ഫീലായിരിക്കും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതെങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒന്ന് വന്നിട്ട് കമൻറ്റിലൂടെ പറയാം. അപ്പം ഇനി വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വൈകാതെ തന്നെ കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.